ഹായ് നമസ്കാരം, ഞാൻ വിജിൻ. ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാലേ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഇത് അപ്പം, ചപ്പാത്തി, പൊറോട്ട, ചോറ് എന്തിനൊപ്പം കൂട്ടി കഴിക്കാം. തയ്യാറാക്കാനായിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു ബേ ലീഫ്, 1 ഇഞ്ച് വലുപ്പമുള്ള 2 പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പം 2 സവാള, മീഡിയം സൈസ് വലുപ്പമുള്ള സവാളയാണ്, ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്തെടുക്കുക. ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്തെടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് ചതച്ചതാണ്, അതും ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ ഇതുപോലെ വഴന്നു വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്തെടുക്കുക. 600 ഗ്രാം ചിക്കനാണ്, ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള കഷ്ണങ്ങളാണ് കേട്ടോ. ചിക്കൻ ചേർത്തതിന് ശേഷം 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ നമ്മളിതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർക്കുക. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ചിക്കൻ മസാല കേട്ടോ. 1 ടീസ്പൂൺ മുഴുവനായിട്ടും ഗരം മസാലയും കൂടിയും ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. പൊടികളൊക്കെ ചിക്കനിൽ നല്ല പോലെ ഒന്ന് പിടിക്കുന്നവരെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പൊടികളൊക്കെ ചിക്കനിൽ നല്ല പോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. ഒരു തുള്ളി വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. ചിക്കൻ തന്നെ വെള്ളം നല്ല പോലെ ഇറങ്ങി വരും. അങ്ങനെ നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല പോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പോൾ നല്ല പോലെ വെള്ളം ഇറങ്ങി വരും. ഇനി അഥവാ ഡ്രൈ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ള നല്ല പഴുത്തൊരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതും 1 പിടി മല്ലിയിലയും കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റിൻ്റെ ചോടെ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളൊരു 10 മിനിറ്റിൻ്റെ ചോറ് കേട്ടോ, ഒരു 7-8 മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. ചിക്കനിലുണ്ടായിരുന്ന ആ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി, കറിയൊക്കെ നല്ലപോലെ കുറുകി വന്ന് കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു ഗ്രേവി രൂപത്തിൽ മാറ്റാം കേട്ടോ. അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് നടുവ് കീറിയതും കുറച്ച് മല്ലിയിലയും ചേർക്കാം. മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി. എന്നിട്ട് ഇതുപോലെ ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഐറ്റമാണ് ഇത്. നമുക്ക് ചപ്പാത്തിയും പൊറോട്ടയും അപ്പവും ഇടിയപ്പവും പുട്ടും എന്തിനൊപ്പം കൂട്ടി കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ചിക്കൻ വേവാനുള്ള സമയം മാത്രം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.